രണ്ടാംഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പശ്ചിമബംഗാൾ, ഒറീസ, ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിൽ അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തു. പശ്ചിമബംഗാളിൽ CPIM സ്ഥാനാർത്ഥി മുഹമ്മദ് സലീമിനെതിരെ ആക്രമണം നടന്നതും BJP പ്രവർത്തകനെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയതും ഉൾപ്പെടെ വ്യാപക സംഘർഷമാണ് നടന്നത്. ഛത്തീസ്ഗഡിലെ രാജ്നന്ദ്ഗാവിൽ നക്സൽ ആക്രമണത്തിൽ ജവാൻ കൊല്ലപ്പെട്ടു. 12 സംസ്ഥാനങ്ങളിലെ 95 സീറ്റുകളിലേക്ക് നടക്കുന്ന രണ്ടാംഘട്ട തിരഞ്ഞെടുപ്പിനിടെയാണ് അക്രമ സംഭവങ്ങൾ അരങ്ങേറിയത്. CPM പോളിറ്റ് ബ്യൂറോ അംഗവും റായ്ഗഞ്ചിലെ സ്ഥാനാർത്ഥിയുമായ മുഹമ്മദ് സലീമിന്റെ വാഹനത്തിനു നേരെ കല്ലേറുണ്ടായി. മുഹമ്മദ് സലീമിന് പരിക്കുകളില്ല. ബംഗാളിലെ തന്നെ പുരുളിയിൽ BJP പ്രവർത്തകൻ കൊല്ലപ്പെട്ടതായി കണ്ടെത്തി. ഡാർജിലിംഗിൽ തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർ പോളിംഗ് ബൂത്ത് പിടിച്ചെടുക്കാൻ ശ്രമിച്ചതിന്റെ ഭാഗമായി സുരക്ഷാ സേനയ്ക്ക് ലാത്തി ചാർജ് നടത്തുകയും ടിയർ ഗ്യാസ് പ്രയോഗിക്കേണ്ടതായും വന്നു. തിരഞ്ഞെടുപ്പ് നടക്കുന്ന ഛത്തീസ്ഗഡിലെ രാജ്നന്ദ്ഗാവിൽ നക്സൽ ഭീകരർ നടത്തിയ സ്ഫോടനത്തിൽ ജവാൻ കൊല്ലപ്പെട്ടു. പുലർച്ചെ ഒറീസയിൽ പോളിംഗ് ഓഫീസറെ മാവോയിസ്റ്റുകൾ വെടിവെച്ചു കൊല്ലുകയും വാഹനങ്ങൾ കത്തിക്കുകയുമുണ്ടായി. ജമ്മു കാശ്മീരിലെ ശ്രീനഗറിൽ ഹുറിയത്ത് സംഘടനകൾ ബന്ദിന് ആഹ്വാനം ചെയ്തിട്ടുണ്ടെങ്കിലും പോളിംഗ് സമാധാനപരമായാണ് പുരോഗമിക്കുന്നത്. ജമ്മു കാശ്മീരിൽ ഇന്റർനെറ്റ് സംവിധാനങ്ങൾ താൽക്കാലികമായി നിർത്തിവെച്ചിട്ടുണ്ട്. 24 ഡൽഹി.